പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ തീരദേശ റെയിൽവേ മേഖലയുടെ സമഗ്ര വികസന സങ്കല്പമാണ് UDF സ്ഥാനാർത്ഥി MP അബ്ദുൾ സമദാനിക്കും LDF സ്ഥാനാർത്ഥി KS ഹംസയ്ക്കുമുള്ളത്. എന്നാൽ പൊന്നാനി പോർട്ട് ഉൾപ്പെടുത്തിയുള്ള ടൂറിസം പദ്ധതികളും ആയുർവേദ സാധ്യതകളെ കൂടി പരിഗണിച്ചുള്ള പദ്ധതികളും ആസൂത്രണം ചെയ്യുമെന്നാണ് NDA സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യൻ പറയുന്നത്. പൊന്നാനി പൂർണ്ണതോതിൽ സജ്ജമായി കഴിഞ്ഞു. ഇടത് ക്യാമ്പുകൾ സടകുടഞ്ഞെഴുന്നേറ്റ് മുമ്പേ തയ്യാറായി കഴിഞ്ഞു. ഒന്നുകൂടി ഒരു പുത്തൻ ഉണർവ് ഇടത് ക്യാമ്പുകളിൽ ദൃശ്യമായിട്ടുണ്ട്. ഒരു മണ്ഡലം തിരിച്ചു പിടിക്കുന്ന ആവേശത്തിര ഏത് മേഖലകളിലും നഗരങ്ങളിലും ഗ്രാമാന്തരങ്ങളിലൊക്കെ നമുക്ക് ദൃശ്യമാണ്. പൊന്നാനിയിലാണല്ലോ ആകെ വികസനമുള്ള പാർലമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വികസന പ്രവർത്തനവും കാര്യമായി എത്താത്ത അതിനെക്കുറിച്ച് അജ്ഞരാണ് ഇപ്പോൾ പൊന്നാനിക്കാർക്ക് അതിനെക്കുറിച്ച് എന്തെന്നറിയില്ല. ഒന്ന് രണ്ട് സ്ഥലത്ത് ഇപ്പോൾ ഈ അടുത്ത കാലത്തായി കേരള അസംബ്ലിയിലേക്ക് ജയിച്ചു കയറിയപ്പോൾ രാഷ്ട്രീയത്തിന് ഇങ്ങനെ ഒരു വികസന മുഖമുണ്ടോ എന്നുകൂടി ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. താനൂരൊക്കെ പോയി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാമത്. അങ്ങനെ തൃത്താലയിലൊക്കെ കാണാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത്. ഗുരുവായൂർ കുറ്റിപ്പുറം പറഞ്ഞല്ലോ, അവിടെ കിടക്കുകയല്ലേ, എന്തെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നഞ്ചങ്കോടിൽ നിന്ന് നിലമ്പൂരിലേക്ക് ഒരു റെയിൽപാത സുസാധ്യമാകും. അങ്ങനെ വന്നാൽ ആ റെയിൽപാത കണക്ട് ചെയ്ത് അങ്ങാടിപ്പുറത്തുനിന്ന് കുറ്റിപ്പുറത്തേക്കും അത് കണക്ട് ചെയ്യാം. അത് വന്നാൽ നേരെ കുറ്റിപ്പുറം ഗുരുവായൂർ ലൈനിൽ ഇപ്പോൾ പ്രപ്പോസൽ ഉള്ളതുമാണ്. ചെറിയൊരു കോർഡിനേഷനേ വേണ്ടുള്ളൂ. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ തെക്കോട്ട് പോകുന്ന ആളുകൾക്ക് 10-40 കിലോമീറ്റർ ലാഭം കിട്ടുക. പൊന്നാനി മണ്ഡലത്തെക്കുറിച്ചുള്ള വികസന സങ്കല്പങ്ങൾ ഞാൻ മീറ്റ് പ്രസ് മലപ്പുറത്ത് നടന്നപ്പോഴും പറഞ്ഞിരുന്നു. ഇനിയും കൂടുതൽ അതിനെപ്പറ്റി ഒരു രേഖ നമ്മൾ തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇന്ന ഒരു വിഷയമെന്ന് പറയുന്നതിനേക്കാൾ ഒരു സർവ്വതോന്മുഖമായിട്ടുള്ള, ഇപ്പോൾ ഉദാഹരണമായിട്ട് തീരപ്രദേശമാണ്. തീരപ്രദേശത്തിന് പറ്റിയതായിട്ടുള്ള വികസന പദ്ധതികൾ കൊണ്ടുവരണം. പിന്നെ ഇവിടുത്തെ വിദ്യാഭ്യാസപരമായത് നോക്കണം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു സെൻട്രൽ സ്കൂള്, ഒരു സെൻട്രൽ സ്കൂൾ വേണം മലപ്പുറം ജില്ലയിൽ. രണ്ടാമതൊന്ന് വേണ്ടത് സ്വാഭാവികമായിട്ടും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലാണ് വേണ്ടത്. റെയിൽവേ ഉണ്ട്. ഇങ്ങനെയുള്ള വിവിധങ്ങളായിട്ടുള്ള വിഷയങ്ങളുണ്ട്. അതിൽ ചില വിഷയങ്ങൾ ഞാൻ നേരത്തെ മലപ്പുറത്തെ ലോക്സഭാംഗമായിരുന്ന കാലത്ത് തന്നെ ഉന്നയിച്ചിട്ടുള്ളതാണ്. ജനങ്ങൾ ആവേശത്തിലാണ്. കാരണം മോദിയുടെ ഗ്യാരണ്ടി എത്രത്തോളം ശക്തവും വ്യക്തവുമാണ് എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. പ്രത്യേകിച്ച് സാധാരണക്കാരുടെ വിഷയങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് പരിഹാരം കണ്ടുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ കാലങ്ങളിൽ നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ കാണുകയും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും ഇന്ന് ലോകത്തിലെ എല്ലാവരുടെയും ഒരു ആഗ്രഹമുള്ള കാര്യമാണ്. തീർച്ചയായിട്ടും അതിന് വീണ്ടും ഒരു അവസരം കിട്ടിയതിൽ എല്ലാവരും സന്തുഷ്ടരാണ്.